മറ്റു വാർത്തകളിലേക്ക് IC ബാലകൃഷ്ണൻ MLA നിയമനത്തിന്റെ പേരിൽ കോഴ വാങ്ങിയെന്ന് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശം. വലിയ ബാധ്യതകൾ ഉണ്ടായിട്ടും തന്നെ ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നും നേതാക്കൾക്ക് എഴുതിയ കത്തിൽ പറയുന്നു. നിയമനത്തിനായി പണം വാങ്ങിയത് മുഴുവൻ പാർട്ടിക്ക് വേണ്ടിയാണെന്ന് മരുമകൾ പത്മജ പറഞ്ഞു. ഒരു ബാധ്യതയും ഏറ്റെടുക്കരുതെന്ന് മകനോട് പറഞ്ഞിട്ടുണ്ടെന്നും കുടുംബം പ്രതികരിച്ചു. അനീസലി ചേരുന്നുണ്ട്. അനീസലി, ഈ കുറിപ്പുകൾ പുറത്തു വരുമ്പോൾ ആരുടെയൊക്കെ പേരുകളാണ്? IC ബാലകൃഷ്ണൻ എന്നുള്ള പേര് വലിയ ചർച്ചയാകും സ്വാഭാവികമായിട്ടും. ആർക്ക് വേണ്ടി എന്നൊക്കെയുള്ളതിൽ വലിയ ചർച്ചകൾ, വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ രണ്ട് മരണത്തിന് കാരണക്കാരായ ഇല്ലെങ്കിൽ പങ്കുണ്ട് എന്ന് കരുതാൻ സാധ്യതയുള്ള പേരുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ കുറിപ്പിലുള്ളത്? ആരുടെയൊക്കെ പേരുകളാണ്? NM വിജയൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കരളലിയിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. മരണസംബന്ധമായി മരിച്ചതിന് തൊട്ടുടനെ തന്നെ അദ്ദേഹം സൂയിസൈഡ് ചെയ്യുകയായിരുന്നു. അതേ തുടർന്ന് ആ സമയത്ത് തന്നെ അദ്ദേഹം എന്തെങ്കിലും ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ടാകും എന്ന് നമുക്കെല്ലാവർക്കും ഒരു ധാരണയുണ്ടായിരുന്നു. കാരണം NM വിജയൻ അങ്ങനെ ജീവിതത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് തോറ്റുവിടുന്നല്ല, വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ കൃത്യമായി അദ്ദേഹം അത് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും എന്ന് ആ സമയത്ത് തന്നെ ധാരണയുണ്ടായിരുന്നു. എന്നാൽ ശേഷം ഇപ്പോൾ ദിവസങ്ങൾ പിന്നിടുമ്പോൾ, 10 ദിവസത്തോളം പിന്നിടുമ്പോഴാണ് കുടുംബം ഈ കാര്യങ്ങൾ പുറത്തു വരുത്തിക്കുന്നത്. അതിന് പ്രധാനമായും കാര്യം പറയുന്നത്, ഈ കുടുംബത്തിന് എഴുതിയ കത്തിൽ കുടുംബത്തിനൊരു കത്ത് വേറെയും നേതാക്കൾക്ക് വേറെ കത്തും എഴുതി വെച്ചാണ് NM വിജയൻ വിട പറഞ്ഞിട്ടുള്ളത്. ആ കുടുംബത്തിനാൽ ലഭിച്ചത് 2 കത്തും ഒരുമിച്ചാണെന്ന് ആ കത്ത് വായിച്ചതിനുടനെ അവരോട് പറയുന്ന കാര്യങ്ങൾ, കുടുംബത്തോട് പറയുന്ന കാര്യങ്ങൾ, ഇത് നിങ്ങൾ ഇന്ന നേതാക്കൾക്ക്, അതായത് VD സതീശൻ, അതുപോലെ തന്നെ K സുധാകരൻ, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയ ആളുകളുടെ പേര് പറഞ്ഞിട്ട് അവർക്ക് ഈ കത്തെത്തിക്കണം. അതിനുശേഷം 10 ദിവസം നിങ്ങൾ കാത്തിരിക്കണം. അത് കഴിഞ്ഞും അവരുടെ ഭാഗത്തു നിന്ന് പ്രതികരണങ്ങളൊന്നും ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ ഈ കാര്യങ്ങൾ മാധ്യമങ്ങളോടും ജില്ലാ പോലീസ് മേധാവിയോടും ഒക്കെ അറിയിക്കണം എന്നാണ് കുടുംബത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശം. അതുകൊണ്ടാണ് ഇത്ര നേരം അവർ അത് പറയാതിരുന്നത്. ഇപ്പോൾ കുടുംബത്തിൻ്റെ കയ്യിൽ ആ ഒരു കാര്യം കൂടി, ഇപ്പോൾ കുടുംബം, അതായത് മകൻ്റെ ഭാര്യ പത്മജയാണ് നമ്മോടൊപ്പം ചേരുന്നത്. എന്തൊക്കെയാണ് ഇപ്പോൾ ഈ കത്തിൽ നിങ്ങൾ കണ്ടിട്ടുള്ളത്? എന്താണ് പറയുന്നത്? ഞങ്ങൾ 10 ദിവസം ഇതിന് റെസ്പോണ്ട് ചെയ്യാണ്ടിരുന്നത് അച്ഛൻ്റെ ലാസ്റ്റ് ഒരു നീതി പുലർത്താൻ വേണ്ടി മാത്രമാണ്. ഈ 10 ദിവസവും പാർട്ടി ചെയ്തുകൊണ്ടിരുന്നത് കുടുംബത്തിനെതിരെ ഇത് തിരിച്ചുവിട്ട് ഇത്രയും വലിയൊരാളുടെ മരണം വെറും ഒരു കുടുംബ പ്രശ്നമാക്കി ഒതുക്കി തീർക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. വലിയ തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായപ്പോഴും നിങ്ങൾ ആ കത്ത് പുറത്തിടുന്നില്ല. 10 ദിവസം ഞങ്ങൾ ഒരൊറ്റപ്പെട്ടൊരവസ്ഥയായിരുന്നു. 2ാമത്തെ ദിവസം തന്നെ ഞങ്ങൾ കുടുംബം ഞങ്ങളോട് അടുത്തെങ്കിലും നാട്ടുകാരും അപ്പോഴും പാർട്ടിക്കാർ പോയിട്ട് ടൗണിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെയായിട്ടാണ് ഇങ്ങനെയായിട്ടാണ് പല കേൾക്കാൻ നമ്മൾ ഭയങ്കര വിഷമമുള്ള ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ട് പോലും 10 ദിവസം. ഈ കത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ? ഈ കാണുന്ന കത്ത് അത് ആർക്ക് എഴുതിയ കത്താണ്? അത് ഞങ്ങളൊരു കോപ്പി എടുത്തു വെച്ചതാണ്. അച്ഛൻ ഒരു ലെറ്റർ എഴുതിയിട്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോ കോപ്പി അച്ഛൻ തന്നെ, എല്ലാ കത്തിലും പറയുന്നത് ഒരേ കാര്യമാണ്. എല്ലാ കത്തിലും ഒരേ, കുടുംബത്തിനുള്ള കത്ത് വേറെയുണ്ട്, അത് ഞങ്ങൾക്കുള്ള കത്ത് വേറെയുണ്ട്. അതിനകത്ത് ഞങ്ങളോട് ഈ കത്ത് 4 എണ്ണം ഇങ്ങനെ ചെയ്യണം, പിന്നെ ഭാവിയിൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കണം. IC ബാലകൃഷ്ണൻ MLAയുടെയും DCC പ്രസിഡന്റിന്റെയും ഒക്കെ പേര് പറയുന്ന കത്തുകൾ കുടുംബത്തിന് എഴുതിയ കത്തല്ല, നേതാക്കൾക്ക് കൊടുക്കാനുള്ള. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? നേതാക്കന്മാർക്ക് പറയാനുള്ളതിൽ ഇതുവരെ അച്ഛൻ നമ്മളോട് ജീവിച്ചിരിക്കുമ്പം പറയാത്ത ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ ഇതുവരെ അറിയാത്ത പാർട്ടിയുടെ പല കാര്യങ്ങളും ആണ് അതിനകത്ത് അച്ഛൻ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 5-6 പേജിലുള്ളൊരു കത്താണത്. അതൊരു ഒരു 5-6 പേജിൽ അച്ഛൻ എഴുതിയിരിക്കുന്നതാണ്. അതൊരു പെട്ടെന്നൊരു വൈകാരിക നിമിഷത്തിൽ എഴുതുന്നതല്ലല്ലോ. അതും ഓരോന്നിലും അണ്ടർലൈൻ ചെയ്തിട്ട് ഓരോരുത്തരുടെ പേര് മെൻഷൻ ചെയ്തുകൊണ്ടാണ്. IC ബാലകൃഷ്ണൻ, അത് എല്ലാം ഓരോ ബാങ്ക് വിവാദവും ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ നിയമനത്തിൻ്റെയും ഓരോ ബാങ്ക് വിവാദത്തിൻ്റെയും എല്ലാം അണ്ടർലൈൻ ചെയ്ത് സെപ്പറേറ്റ് എഴുതിച്ചു. അത് ഞങ്ങളുടെ മരിച്ചുപോയ അനിയൻ ഇവിടെ ദിവസവേതനാടിസ്ഥാനത്തിൽ അർബൻ ബാങ്കിൻ്റെ ഈവനിംഗ് ബ്രാഞ്ചിൻ്റെ ജീവനക്കാരനായിരുന്നു. അവൻ 7 വർഷം അവിടെ ജോലി എടുത്ത ആളായിരുന്നു. 7 വർഷം ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവൻ അവിടെ നിന്ന് പുറത്താക്കുകയോ ചെയ്തത്. അത് അച്ഛന് ഭയങ്കര വിഷമമായുള്ള കാര്യമായിരുന്നു. അപ്പം അത് IC ബാലകൃഷ്ണൻ മറ്റൊരാളെ നിയമിക്കുന്നതിന് ഞാൻ പോലും അറിയാതെ അന്നും DCC ട്രഷറാണ്, കത്ത് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ മകനെ നിയമിക്കാതെ ICയുടെ താല്പര്യത്തിനനുസരിച്ച് നിയമിച്ച് എൻ്റെ മകനെ ബത്തേരി അർബൻ ബാങ്കിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി 7 വർഷം ദിവസവേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്ത ആളെ പിരിച്ചുവിടുന്നത്. അത് എഴുതിയത് ആദ്യമായി PTSന് 2 ലക്ഷം അന്നും കൈക്കൂലി വാങ്ങി
ചരിത്രത്തിൽ ആദ്യമായിട്ട് PTS നിയമനത്തിന് പോലും 2 ലക്ഷം രൂപ മേടിച്ചിട്ട് അത്രയും. അതായത് IC ബാലകൃഷ്ണൻ അന്ന് DCC പ്രസിഡന്റ് ആയിരിക്കുകയാണ്. അച്ഛൻ അന്ന് DCC ട്രഷററാണ്. DCC ട്രഷറായ മകൻ അവിടെ നിലവിൽ 7 വർഷമായിട്ട് ജോലി എടുത്തുകൊണ്ടിരിക്കുക, അവന്റെ ജോലി പോക്കുകയും അതും ഒരാളെ IC ബാലകൃഷ്ണൻ നിയമിക്കുകയും ചെയ്തു. 2 ലക്ഷം രൂപ അവിടെ നിന്ന് മേടിച്ച് അതും അച്ഛൻ അത് നിങ്ങൾക്ക് ആഘാതം എനിക്ക് താങ്ങാൻ പറ്റാത്തതായിരുന്നു. അതായത് IC ബാലകൃഷ്ണന്റെ പേര് പറഞ്ഞിട്ടാണ് ഈ പറയുന്നത്. അതെ അത് കാണാലോ, IC ബാലകൃഷ്ണൻ മറ്റൊരാളെ നിയമിക്കുന്നതിന് അതുണ്ട്. പിന്നെ അതേപോലെ തന്നെ എല്ലാം 7 പേജിൽ ഓരോ പേജിലും അച്ഛൻ എഴുതിയതിന് ശേഷം സംക്ഷിപ്ത രൂപം എന്നും പറഞ്ഞിട്ട് അത് സെപ്പറേറ്റ് ആയിട്ട് പിന്നെ 1 2 3 4 എന്നും പറഞ്ഞിട്ട് അച്ഛൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അനീഷ, അവരോട് ഒരു കാര്യം ചോദിക്കാമോ? ഈ കത്തുകൾ ഇത്രയധികം പേജുകളുള്ള, ഇത്രയധികം കോൺഗ്രസ് നേതാക്കളുടെ പേരുകളുള്ള കത്താണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് മരണശേഷം എപ്പോഴെങ്കിലും ഇവരെ കാണിക്കുകയോ അറിയിക്കുകയോ ചെയ്തിരുന്നോ? അവരുടെ റെസ്പോണ്ട് എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കാമോ? അല്ല, ഈ കുടുംബത്തിന് നേരത്തെ ഈ കത്ത്, ഇങ്ങനെ ഒരു കത്തുള്ള കാര്യം അറിയില്ല. മരിച്ചതിന് ശേഷം പരിശോധിക്കുമ്പോഴാണ് ഇങ്ങനെ കത്തുകൾ ഈ കുടുംബത്തിന് ലഭിക്കുന്നത്. ലഭിക്കുന്ന സന്ദർഭത്തിൽ 2 കത്തുകൾ ലഭിക്കുന്നു. അത് വായിക്കുന്ന സന്ദർഭത്തിലാണ് നേതാക്കൾക്കുള്ള കത്തും അതുപോലെ തന്നെ കുടുംബത്തോട് ആ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നതും. അങ്ങനെ തന്നെയല്ലേ ഇത് ലാസ്റ്റ് എന്താണ് എഴുതിയിട്ടുള്ളത്? സാർ, ഈ മരണക്കുറിപ്പ് അങ്ങേക്ക് ലഭിച്ച് 10 ദിവസം കാത്തിരിക്കണമെന്ന് ഞാൻ മകന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനുശേഷം ഈ കത്തിന്റെ കോപ്പി വയനാട് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകണമെന്നും പറഞ്ഞിട്ടുണ്ട്. അതിനിട വരുത്തരുതേ സാർ. ഇത് ഏത് നേതാവിനോട്? VD സതീശൻ, അതുപോലെ സുധാകരൻ എഴുതിയ കത്തിലാണ് അങ്ങനെ പറയുന്നത്. അതായത് സുധാകരൻ എഴുതിയിട്ടുള്ള കത്തിൽ അദ്ദേഹം പറയുന്നത് ഒരു കാര്യമെന്ന് പറയുന്നത്, ഇത് 10 ദിവസം താങ്കളെ അറിയിച്ചതിന് ശേഷം, നിങ്ങളെ നേതാക്കളെ അറിയിച്ചതിന് ശേഷം 10 ദിവസം കാത്തിരിക്കണമെന്ന് ഞാൻ മകനോട് പറഞ്ഞിട്ടുണ്ട്. മകനൊരു കത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ഇങ്ങനെ അവരോട് കാത്തിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നിങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതികരണമൊന്നും ഇല്ലെങ്കിൽ മാത്രം ജില്ലാ പോലീസ് മേധാവിയെ ഈ കാര്യം അറിയിക്കാനാണ് അറിയിച്ചിട്ടുള്ളത്. അതിനിടവരുത്തരുതേ സാർ എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നേതാക്കളെ ആരെങ്കിലും കാണിച്ചോ ഈ കത്ത്? അവരെങ്ങനെയാണ്, അവിടുത്തെ നേതാക്കൾ എങ്ങനെയാണ് ഈ കത്തിനോട് പ്രതികരിച്ചത്? എന്തോരം വേദന അനുഭവിച്ചിട്ടുണ്ടാവും. ആ വേദനയിൽ തീർച്ചയായും നേതാക്കളെ അറിയിച്ചു എന്ന് മാത്രമല്ല, ഈ കുടുംബം ഈ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. ഈ 10 ദിവസം കാത്തിരുന്നു. അതിനോടൊപ്പം തന്നെ VD സതീശൻ, അതുപോലെ തന്നെ സുധാകരൻ തുടങ്ങിയ ആളുകളെ ഒക്കെ ഈ കത്ത് നേരിട്ട് ഏൽപ്പിച്ചു. അതേസമയം അവരുടെ ഭാഗത്ത് നിന്ന് അതിനുശേഷം ഈ 10 ദിവസവും ആശ്വാസകരമായ ഒരു നടപടി പോലും ഉണ്ടായില്ല എന്നാണ് കുടുംബം പറയുന്നത്. വലിയ വേദനയുണ്ട് എന്ന് പറയുന്നു. ആ കത്ത് അവരെ ഏൽപ്പിക്കുന്ന സന്ദർഭത്തിൽ പരിശോധിക്കാം, നോക്കാം എന്ന് പറഞ്ഞു എന്നതൊഴിച്ചാൽ ഈ കഴിഞ്ഞ 10 ദിവസം തങ്ങൾ വലിയ വേദന അനുഭവിക്കുകയായിരുന്നു. പ്രാദേശിക നേതാക്കളൊക്കെയും ഇത് കുടുംബ പ്രശ്നമാണ് എന്നാക്കി തീർക്കാൻ ശ്രമിക്കുകയായിരുന്നു. തങ്ങൾ വലിയ ഒറ്റപ്പെടലിന്റെ വക്കിലായിരുന്നു. ആ സന്ദർഭത്തിൽ പോലും നേതൃതലത്തിൽ ഈ കത്ത് ലഭിച്ച നേതാക്കൾ പോലും ഒരു ആശ്വാസവുമായി തങ്ങളെ പിന്തുണയ്ക്കാൻ എത്തിയില്ല. വലിയ വേദനയുണ്ട്. പിന്തുണച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ സംസാരിച്ചത്. അപ്പം ആ സാഹചര്യത്തിൽ ഈ കേസ് എങ്ങനെ പോകുമെന്നാണ് ഇവർ കരുതുന്നത്? എങ്ങനെയാണ് നിയമപരമായിട്ട് ഈ പോരാട്ടം തുടരാൻ ഇവർ ഉദ്ദേശിക്കുന്നത്? കുടുംബം ഇനി എങ്ങനെ നീങ്ങും? അതും ഇത്രയും കാലം പാർട്ടിക്ക് വേണ്ടി ജീവിച്ച് തീർച്ചയായും കുടുംബം ഈ കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ അച്ഛൻ പറഞ്ഞതനുസരിച്ച് ജില്ലാ പോലീസ് മേധാവിക്ക് ഈ കാര്യങ്ങൾ അറിയിച്ചു. അതുപോലെ തന്നെ ഇന്നിപ്പോൾ സുൽത്താൻ ബത്തേരി DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘം വന്ന് ഈ കത്തുകളും അതുപോലെ ഡോക്യുമെന്റുകളും പരിശോധിച്ചു. അവർക്ക് വിശദമായ മൊഴി നൽകിയിട്ടുണ്ട്. ഈ കുടുംബം ആദ്യഘട്ടത്തിൽ അച്ഛൻ്റെ വാക്ക് മുഖവിലേക്ക് എടുത്തുകൊണ്ട് മാധ്യമങ്ങളെയോ പോലീസിനെയോ ഈ കാര്യങ്ങൾ അറിയിക്കാതെ 10 ദിവസം പാർട്ടിക്ക് വേണ്ടി അച്ഛൻ പറഞ്ഞതനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു. അതിനുശേഷമാണ് ഇന്നാണ് ഇത് മാധ്യമങ്ങൾക്കും അതുപോലെ തന്നെ പോലീസിനും ഇവർ നൽകുന്നത്. ഇത് അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ ആയിരുന്നു എന്നാണ് കുടുംബം പറയുന്നത്. എന്തായാലും ഇനി അങ്ങോട്ട് പോലീസിന്റെ ഈ അന്വേഷണവുമായി പൂർണ്ണതോതിൽ സഹകരിക്കാനും തന്നെയാണ് കുടുംബത്തിന്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത്. എന്താണ് ഇനിയിപ്പോൾ തുടർ നടപടികൾ എന്താണ്? അല്ല, ഇത്രയും വലിയ ബാധ്യത പാർട്ടിയാണ് അച്ഛന് വരുത്തി വെച്ചതെന്നാണ് അച്ഛൻ ഈ കത്തിൽ നമ്മൾക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ പാർട്ടി തന്നെ അത് ഏറ്റെടുക്കണം. അല്ലെങ്കിൽ ഞങ്ങളും അച്ഛൻ സ്വീകരിച്ച വഴി എന്താണോ അതേ 5 മരണത്തിനും കൂടെ ഇവർ ഉത്തരവാദികളാവണം. അതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഞങ്ങൾ 3 മക്കളും ഞങ്ങൾ മാത്രമേ ഈ കുടുംബത്തിലുള്ളൂ. അതും കൂടെ ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. തീർച്ചയായും ഒരു മരണം കഴിഞ്ഞൊരു വീടാണ്. നമുക്ക് കൂടുതൽ പ്രയാസങ്ങളുണ്ട്. അവർ വലിയ വൈകാരികമായൊരു മാനസികാവസ്ഥയിലാണ്. അത് അത്തരത്തിൽ, അതായത് അച്ഛൻ ചെയ്തതുപോലെ അത്തരം കാര്യങ്ങളിലേക്ക് പോകാൻ ഇടവരുത്തരുത് എന്ന് ഈ കുടുംബവും പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ കുടുംബം എന്ന് പറയുന്നത് നമുക്ക് ഇവിടുന്ന് ദൃശ്യങ്ങൾ കാണുന്നില്ല. അതേസമയം ഇത്ര കോടികൾ വാങ്ങിയ ഒരാളുടെ വീടാണോ ഈ കാണുന്നത് എന്ന് തോന്നുന്നു. ഇതും അത്രയും ചെറിയൊരു വീടാണ് NM വിജയൻ ജീവിച്ചിരുന്ന
ഉപയോഗിക്കുന്ന ഒരു വീട് എന്ന് പറയുന്നത്, അങ്ങനെ അദ്ദേഹം കോടികൾ ഈ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് വാങ്ങി അദ്ദേഹം ഉപയോഗിച്ചിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീടും സൗകര്യങ്ങളും ഇങ്ങനെ കണ്ടാൽ പോരാ എന്നുകൂടി കുടുംബം പറയുന്നുണ്ട്. ഏതായാലും വലിയ മാനസികമായ ആഘാതത്തിനാണ് ഈ കുടുംബവും വിധേയമായിട്ടുള്ളത്. ഏതായാലും ഇതിൽ പാർട്ടി പ്രതിസ്ഥാനത്താണ്, പ്രാഥമികമായെങ്കിലും പാർട്ടി പ്രതിസ്ഥാനത്താണ്. പാർട്ടിയുടെ വരും നടപടികളെ ആശ്രയിച്ചിരിക്കും ഇനിയുള്ള മുന്നോട്ട് പോക്ക് എന്നാണ് കുടുംബവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.